മലയാള സിനിമാ ലോകത്തിലേക്ക് പ്രവാസ ലോകത്തു നിന്ന് നിരവധി താരങ്ങൾ ഉദയം ചെയ്തിട്ടുണ്ട്. അത്തരമൊരു താരോദയത്തിൻ്റെ കഥ പറയുകയാണ് ഞങ്ങൾ. അവാർഡുകൾ ആഡംബരമാകുന്ന കാലത്ത് അതിനെ തൻ്റെ കഴിവിൻ്റെ അംഗീകാരത്തിൻ്റെ അടയാളങ്ങളാക്കി മാറ്റുകയാണ് ഇവിടെ ഒരു കലാകാരി അഖില അൻവി. സിനിമാ ലോകത്ത് ഒരു പുതിയ താരോദയം നമ്മൾ കണ്ടെത്തിയിരിക്കുകയാണ്. അഖില അൻവിയുടെ വർത്തമാനങ്ങളിലേക്ക് സ്വാഗതം. നമസ്കാരം അഖില. പ്രവാസ ലോകത്ത് സിനിമാ രംഗത്ത്, അതായത് ഷോർട്ട് ഫിലിം രംഗത്ത് വലിയ മുന്നേറ്റം നടത്തിയ ഒരാളാണ് അഖില. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും നാട്ടിലെ വെള്ളി വെളിച്ചത്തിൽ നിന്നൊരു വിളി ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. വാസ്തവം. അതായത് ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി. നമ്മളിപ്പം ഒരുപാട് ആക്ടേഴ്സിനെ പരിചയമുണ്ടല്ലോ ഈ രംഗത്ത്. അപ്പോൾ മലയാള സിനിമയിൽ ഒരു പ്രമുഖ നടനുമായിട്ട് അഭിനയിക്കാൻ വേണ്ടി ഒരു കോള് വന്നു എന്ന് അറിഞ്ഞപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തി. അപ്പോൾ അത് സത്യമാണോ? എങ്ങനെ ഒരു കോള് വന്നു? എവിടെ നിന്നാണ്, എങ്ങനെയാണ്, അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? ഇല്ല, അത് കൂടുതൽ നമുക്ക് പുറത്തു വിടാനായിട്ടില്ല. ഓഹോ. എന്നാലും സാർ കേട്ട കാര്യം സത്യം തന്നെയാണ്. വിശദമായിട്ട് ഇതിനെക്കുറിച്ച് ഞാൻ പിന്നീട് സംസാരിക്കുന്നതായി. അല്ല, ഞാൻ നേരത്തെ കേട്ടിട്ടുണ്ട്. അതായത് അഖിലയ്ക്ക് ഒരുപാട് സിനിമാ രംഗത്ത് ഒരുപാട് സാധ്യതകൾ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഒക്കെ തന്നെ പലവിധ കാരണങ്ങൾ കൊണ്ട് സ്വാഭാവികമായിട്ട് വിദേശത്താണ്, അവിടുത്തെ തൊഴിൽപരമായ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ കുടുംബപരമായ പ്രശ്നങ്ങൾ, ഇതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അത്തരം അവസരങ്ങൾ നിഷേധിക്കുകയാണ് ഉണ്ടായതാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നു. ആ കൂട്ടത്തിൽ ഇത് നിഷേധിക്കാനാണോ സ്വീകരിക്കാനാണോ സാധ്യത? അല്ല, എപ്പോഴും പോസിറ്റീവായിട്ടാണല്ലോ ചിന്തിക്കേണ്ടത് നമ്മള്. ഒരിക്കലും നിഷേധിക്കത്തില്ല. അവസരങ്ങളെ എപ്പോഴും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ വരട്ടെ, നമുക്ക് മുമ്പോട്ട് പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കാം. കലാകാരി എന്ന രീതിയിൽ താങ്കൾക്ക് പ്രോത്സാഹനം ആരുടെ ഭാഗത്തു നിന്നാണ് കൂടുതൽ ലഭിച്ചിട്ടുള്ളത്? മാതാപിതാക്കളുടെ ഭാഗത്തു നിന്നാണോ, അതല്ലെങ്കിൽ സഹോദരന്മാരുടെ ആരുടെ ഭാഗത്തു നിന്നാണ് കൂടുതൽ താങ്കളെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത്? ഇപ്പോഴത്തെ കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ ഫാമിലി തന്നെയാണ് എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ ഒരിക്കലും ഞാൻ ഈ ഫീൽഡിലേക്ക് വരത്തില്ല. പ്രൊഫഷനോടൊപ്പം തന്നെ സമയം കണ്ടെത്തി ചെയ്യുവാനുള്ള ഒരു സപ്പോർട്ടീവ് സിസ്റ്റം എൻ്റെ ഫാമിലി തന്നെയാണ്. കുട്ടിക്കാലത്ത് തന്നെ ആണെങ്കിലും എൻ്റെ അച്ഛനും അമ്മയും തന്നെയാണ് എന്നെ ഈ വചനോത്സവ വേദികളിലൊക്കെ കൊണ്ടുപോകുന്നതും പ്രോത്സാഹനം തരുന്നതും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. നൃത്തം പഠിച്ചിട്ടുണ്ടോ? നൃത്തം പഠിച്ചിട്ടുണ്ട്. പക്ഷെ അതൊരു പാഷനായിട്ട് ഞാൻ കൊണ്ടു നടക്കുന്നില്ല. അതിലുപരി എനിക്ക് അഭിനയത്തോടാണ് അഭിനിവേശം എപ്പോഴും. എൻ്റെ പാഷനായിട്ട് ഞാൻ കൊണ്ട് നടക്കുന്നത്. അതുകൊണ്ടാണ് ഈ ജോലി തിരക്കുകൾക്കിടയിലും സമയം കണ്ടെത്തി ഞാൻ അഭിനയ മേഖലയിലേക്ക് കടന്നത്. ഒരു സിനിമയെ കുറിച്ച് പറഞ്ഞല്ലോ, അവാർഡ് കിട്ടിയ സിനിമ ഡിനൈഡ് ഹക്സ് എന്നുള്ളൊരു ഷോർട്ട് ഫിലിമാണ് ഇപ്പോൾ അഖിലയ്ക്ക് അനുവദിക്കില്ല. കേരളത്തിന്റെ വിവിധ മേഖലകളിൽ നടന്ന ഷോർട്ട് ഫിലിം ഫെസ്റ്റുകൾ, അതുപോലെ തന്നെ കുവൈറ്റിൽ നടന്ന ഷോർട്ട് ഫിലിം ഫെസ്റ്റുകൾ, നമ്മുടെ നാട്ടിൽ നിന്ന് വ്യത്യാസമായിട്ട് ഇവിടുത്തെ ഈ കുവൈറ്റ് എന്ന് പറയുന്ന ഈ പ്രദേശത്ത് നിരവധി ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലുകൾ നടക്കാറുണ്ട്. അപ്പോൾ അത്തരം ഫെസ്റ്റിവലിൽ ഇവിടുത്തെ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് അവർ വഹിക്കുന്ന പങ്കും വലുതാണ്. അഖില കുറെ കാലമായിട്ട് തന്നെ അതിന്റെ മുഖ്യധാരയിൽ നിൽക്കുന്ന ഒരാളാണ്. മികച്ച നടി എന്ന തലത്തിൽ പലതരത്തിൽ അടയാളപ്പെട്ടിട്ടുള്ള ഒരാളാണ്. അത് ഇവിടുത്തെ സിനിമകൾ കേരളത്തിലും അംഗീകരിക്കുക, ഒപ്പം ദുബായ് അല്ലെങ്കിൽ മറ്റുള്ള മിഡിൽ ഈസ്റ്റിലെ മറ്റു രാജ്യങ്ങളിലും അംഗീകരിക്കുക, അങ്ങനെ നിരവധിയായ അവാർഡ് കിട്ടിയ ഒരാൾ, കഴിവിൻ്റെ അങ്ങേയറ്റം നിൽക്കുന്ന ഒരു കലാകാരിയാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അഖിലയെ ഒരാൾ മുന്നിലേക്ക് വരിക എന്ന് പറയുന്നത് നമുക്കൂടെ അഭിമാനമുള്ള ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും. ഞാൻ ഇവിടെ കയറി വന്നപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് അവാർഡുകളുടെ ഒരു ശേഖരം തന്നെ ഇവിടെ കാണാൻ സാധിച്ചു. കുറേ ഫോട്ടോകൾ, അതുപോലെ തന്നെ അവാർഡ് ലഭിച്ച അവരെ ആദരിച്ച ഫോട്ടോകളും, അതുപോലെ തന്നെ അവർക്ക് കിട്ടിയിട്ടുള്ള അവാർഡുകളും ഒക്കെ തന്നെ എനിക്ക് കാണാൻ സാധിച്ചു. അത് അത്ഭുതകരമായ ഒരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും ചെറുപ്പത്തിൽ ഇത്രയും നല്ലൊരു കലാകാരിക്ക് അംഗീകാരങ്ങൾ ലഭിക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും